എറണാകുളം അങ്കമാലി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് വിരമിക്കാനുള്ള ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ അഭ്യർത്ഥന ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചു. പുതിയ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ബിഷപ്പ് ബോസ്കോ പുത്തൂരിനെ പാപ്പ നിയമിച്ചു. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം 2023 ഡിസംബർ 7 വ്യാഴാഴ്ച ഇറ്റാലിയൻ സമയം ഉച്ചയ്ക്ക് 12-ന് വത്തിക്കാനിലും ഉച്ചകഴിഞ്ഞ് 4:30-ന് സഭാ കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്തും നടന്നു. 2022 ജൂലൈ 30-നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി മാർ ആൻഡ്രൂസ് താഴത്ത് നിയമിതനാകുന്നത്. തൃശൂർ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത എന്ന ഉത്തരവാദിത്തത്തിന് പുറമെയാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ അധിക ചുമതല ഏൽപ്പിക്കപ്പെട്ടത്. കൂടാതെ 2022 നവംബർ മാസത്തിൽ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ആർച്ച് ബിഷപ്പ് മാർ താഴത്ത് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 3 പ്രധാനപ്പെട്ട ചുമതലകൾ നിർവഹിക്കുക എന്നത് പ്രായോഗികമായി ദുഷ്കരമായ സാഹചര്യത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മാർപ്പാപ്പയ്ക്ക് അപേക്ഷ സമർപ്പിച്ചത്. ഇത് പരിഗണിച്ചാണ് മാർപ്പാപ്പ പുതിയ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പുതിയ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ ബിഷപ്പ് ബോസ്കോ പുത്തൂർ സീറോ മലബാർ സഭയുടെ ആദ്യത്തെ കൂരിയ മെത്രാനും ഓസ്ട്രേലിയയിലെ മെൽബൺ രൂപതയുടെ പ്രഥമ മെത്രാനുമാണ്. 2023 മെയ് 31-നാണ് അദ്ദേഹം മെൽബൺ രൂപതയുടെ ഭരണത്തിൽ നിന്ന് വിരമിച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് സഹായിക്കുന്ന ഡയലോഗ് കമ്മിറ്റിയുടെ കൺവീനറായി അടുത്തിടെ സീറോ മലബാർ മെത്രാൻ സിനഡ് മാർ ബോസ്കോ പുത്തൂരിനെ നിയോഗിച്ചിരുന്നു.